അംഗനവാടിക്ക് സ്വന്തമായി സ്ഥലവും കെട്ടിടവും നേടിയെടുക്കാൻ ഒരു ടീച്ചർ പോരാടിയത് 13 വർഷമാണ്. ആലപ്പുഴ ചാരുമൂട്ടിലെ അനിതകുമാരി ടീച്ചറാണ് സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയും കോടതിയിൽ കേസ് നടത്തിയും പോരാടി വിജയിച്ചത്. അധികാരികളുടെ അവഗണനയും പുച്ഛവും മറികടന്ന് ലഭിച്ച ഹൈടെക് അംഗനവാടിയിലാണ് ഇന്ന് ടീച്ചറും കുട്ടികളുമുള്ളത്. 2010 അനിതകുമാരി ടീച്ചർ പേരൂർക്കാരാഴ്മയിലെ അംഗനവാടിയിൽ എത്തുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന കുട്ടികൾക്ക് സ്വസ്ഥമായി നിരിക്കാൻ പോലും കഴിയാത്തൊരു പഴയ കെട്ടിടം. ആ കെട്ടിടം മാറ്റി പുതിയതാക്കുന്നതിന് വേണ്ടി ടീച്ചർ നടത്തിയ പോരാട്ടത്തിൻ്റെ കഥയാണിത്. ഇവിടെ ഞാൻ വരുന്ന സമയത്ത് കെട്ടിടം ഒരു പഴയ വീടായിരുന്നു. അത് പൊട്ടിപ്പൊളിഞ്ഞ് മഴ പെയ്താൽ ചോരുന്ന അവസ്ഥയിലായിരുന്നു. അതിൻ്റെ കൂടെ വെള്ളപ്പൊക്കം ഉണ്ട് ആ സ്ഥലത്ത്. മഴ പെയ്താൽ പിന്നെ അവിടെ എല്ലാം ചുറ്റിനും വെള്ളക്കെട്ടും ഒക്കെ ആയിരുന്നു. ഈ അവസ്ഥ മാറ്റിയെടുക്കണം. കുട്ടികൾക്ക് സുരക്ഷിതമായി പഠിച്ചു വളരാൻ കഴിയണം. 25 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടി മാറ്റാൻ അനിതകുമാരി ടീച്ചർ തെരുവിലേക്ക് ഇറങ്ങി. കല്ലട ജലസേചന കനാലിന്റെ സമീപത്ത് വെറുതെ കിടക്കുന്ന സ്ഥലം ടീച്ചർ കണ്ടെത്തി. ഇത് അങ്കണവാടിക്ക് പതിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സമീപിച്ചു. 5 സെന്റ് ഭൂമി അനുവദിക്കാൻ ധാരണയുമായി. ജലസേചന വകുപ്പിന്റെ സ്ഥലം സാമൂഹികക്ഷേമ വകുപ്പിന് കൈമാറിയാലേ കാര്യം നടക്കൂ. രേഖകൾക്കായി ടീച്ചർ തന്നെ നെട്ടോട്ടം ഓടേണ്ടി വന്നു. സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി. എല്ലാം ശരിയായപ്പോൾ അങ്കണവാടിക്ക് അനുവദിച്ച സ്ഥലത്തുകൂടിയാണ് തൻ്റെ വീട്ടിലേക്കുള്ള വഴിയെന്ന് ചൂണ്ടിക്കാണിച്ച അയൽവാസി കോടതിയെ സമീപിച്ചു. ഏറെ നാളുകൾ കോടതി കയറേണ്ടി വന്നു. ഒടുവിൽ അങ്കണവാടിക്ക് അനുകൂലമായ വിധിയുമെത്തി. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ വസ്തു കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഈ നാട്ടിലെ എല്ലാവർക്കും മനസ്സിലായത് ഞാൻ എന്തിനിറങ്ങി തിരിച്ചു എന്നും എന്തിനു വേണ്ടിയാണെന്നും ഈ നാടിനൊരു അസറ്റ് ഉണ്ടാക്കി കൊടുക്കാനാണെന്നും പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായത്. എല്ലാത്തിനുമൊടുവിൽ സ്വന്തം സ്ഥലമായി. കെട്ടിടം പണിയാൻ കൊടിക്കുന്നിൽ സുരേഷ് എം പി 15 ലക്ഷം രൂപയും AC ഉൾപ്പെടെ ഹൈടെക് ആക്കാൻ പഞ്ചായത്ത് 3 ലക്ഷം രൂപയും നൽകി. അങ്ങനെ വർഷങ്ങളായുള്ള സ്വപ്നം പൂവണിഞ്ഞു. അന്ന് എതിർത്തവരും പുച്ഛിച്ചവരും അനിതകുമാരി ടീച്ചർക്കായി ഇന്ന് കൈയടിച്ചു. ഫലകങ്ങളിൽ ടീച്ചറുടെ പേരിടം പിടിച്ചില്ല. പക്ഷേ നാടിൻ്റെ മനസ്സിൽ അത് മായാതെ കിടക്കും. വേണ്ടപ്പെട്ടവർ കാര്യമായൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ മാസങ്ങൾ കൊണ്ട് തീർക്കാമായിരുന്ന കെട്ടിട നിർമ്മാണമാണ്. പക്ഷേ അത് വർഷങ്ങൾ നീണ്ടുപോയി. ഇങ്ങനെയുള്ള ഒറ്റയാൾ പോരാട്ടങ്ങൾ കൂടിയാണ് കേരളത്തെ സ്മാർട്ടാക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.